നമസ്കാരം. ഇത് കോച്ചേരി മാങ്ങയാണ് കേട്ടാ. കോച്ചേരി മാങ്ങ ഇത് ആക്ച്വലി ഒരു കിലോ ഉണ്ട് ഒരു മാങ്ങ. 6 7 എണ്ണ ഉണ്ടായിരുന്നു. ഞാനതൊക്കെ ആദ്യം ഇത്രേ ആവുള്ളൂ എന്ന് വിചാരിച്ചിട്ട് പൊട്ടിച്ചു. പക്ഷെ ഇത് നോക്കൂ, വലിയ മാങ്ങ. ഇപ്പൊ ഇതിങ്ങി നിർത്തി കഴിഞ്ഞാൽ ചിലപ്പോ വല്ലതൊക്കെ കാര്യാലോ എന്ന് പേടിച്ചിട്ട്. ഇതിപ്പോ ക്യാമറയിൽ ഇങ്ങനെ കാണുന്നുള്ളൂ കേട്ടാ. പക്ഷെ ഭയങ്കര വെയിറ്റ് വന്ന് കണ്ടു. ഇപ്പൊ നിലത്ത് മുട്ടാറായി തുടങ്ങി, അത്രയും വെയിറ്റ് ആയി. അപ്പൊ ഞാൻ വിചാരിക്കുന്നു ഒരെണ്ണം പൊട്ടിക്കാന്ന്. ഇതാ പൊട്ടിച്ചു. ചെയ്യാൻ തോന്നുന്നു വല. കണ്ട മാങ്ങ, ഇത്രയും വലിയ മാങ്ങ. കാണുമ്പോ ഇത്തിരി കുഞ്ഞാണ്, പക്ഷെ വലിയ മാങ്ങ. കണ്ട, വലിയ മാങ്ങ. 1 കിലോ ഉണ്ടാവില്ലേ വലത്? 1 കിലോ ഉണ്ടാ? ഇല്ല, അല്ലല്ല, 1 കിലോ ഓൾമോസ്റ്റ് ഉണ്ടാവും ഇല്ലേ? ഇതെന്റെ വീട്ടിലെ തുളസിത്തറ. കണ്ട, 1970 അച്ഛൻ പണിയിപ്പിച്ചതാ. 2/8/1970 തുളസിത്തറ. കണ്ട, തുളസിത്തറ. അല്ലല്ല, 1970, 1970 അന്ന് പണിതിട്ടുള്ളത് അച്ഛൻ. പഴയ വീട്ടില് ഉണ്ടായിരുന്ന തുളസിത്തറ കേട്ടാ. ഇത് കണ്ടില്ലേ കോച്ചേരി മാങ്ങ? ഞാനിപ്പൊ തന്നെ പൊട്ടിച്ചതാ. എന്റെ ഒക്കെ ഹൈറ്റിനേ ഉള്ളൂ കേട്ടാ. ഇത് ഒരു 4 കൊല്ലമായിട്ടുള്ളൂ ഇത് വെച്ചിട്ട്. അധികം വലിയ മരമായിട്ട് മാറിയിട്ടില്ല ഇത്. പക്ഷെ ഞാൻ കുറെ പൂത്തിട്ടുണ്ടായിരുന്നു തവണ. പക്ഷെ അത് ഒരു മഴ പെയ്തില്ലേ, ആ മഴയിൽ ആ പൂക്കൾ മുഴുവൻ കൊഴിഞ്ഞു പോയി. എന്നിട്ടൊരു 6 7 എണ്ണറ്റേ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ഞാനതിലൊരു 4-5 എണ്ണം ആദ്യം പൊട്ടിച്ചു. എന്റെ വിചാരം ഇത്രേ ഇത് വലുതാവുള്ളൂ എന്ന്. അപ്പൊ 2 എണ്ണം അതുമ്പോ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് നോക്കുമ്പോ ഈ മാങ്ങ ഉണ്ടല്ലോ അടിയിൽ ഇങ്ങനെ മുട്ടി നിൽക്കുന്നു. അപ്പൊ ബാലൻ വന്നപ്പോ എന്നോട് പറഞ്ഞു, ചേച്ചി അത് പൊട്ടിച്ചോളൂ, മൂത്തിട്ടുണ്ട്, വല്ലതും കടിക്കും, വാവലെങ്ങാനും കടിച്ചിട്ട് പിന്നെ നമുക്ക് തിന്നാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് വല്ലതും ഇപ്പൊ വന്നു കഴിഞ്ഞാലോ, അത് കാരണം ഞാൻ എന്താ ഇപ്പൊ പൊട്ടിച്ചു. നല്ല വലിയൊരു എന്താ പറയാ, ഒരു കൊപ്പയ്ക്കേടെ അത്രയും കേട്ടോ. ഒരു കൈ കൊണ്ട് ഒതുങ്ങണില്ല, കണ്ടില്ലേ? 2 കൈ കൊണ്ട് പിടിക്കണം. അത്രയും ഭയങ്കര സന്തോഷം. ഈ മാവിന്റെ തൈയൊക്കെ ഞാൻ മേടിച്ചത് ഡിസംബരത്ത് ഷാജിയുടെ നഴ്സറിന്ന്, പ്രാണിന്നാണ് കേട്ടാ. ഷാജി നല്ലതല്ലെങ്കിൽ തരികയില്ല, അല്ലെങ്കിൽ കൊണ്ടോണ്ടാന്ന് പറയും. അങ്ങനത്തെ നല്ല ഒരു സ്വീറ്റ് സ്മെല്ല് കോച്ചേരി മാങ്ങയ്ക്ക്. അപ്പൊ കോച്ചേരി മാങ്ങ നല്ലോണം ഉണ്ടാവും, കൊണ്ടുക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ മേടിച്ചതാ. അപ്പോ ഞാൻ ഇതുമ്മലില്ലേ ലാസ്റ്റ് ഇയർ ബഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വേറൊരു മാവിന്റെ കൊമ്പ് ഞാൻ കൊച്ചു സിയാണ് എടുത്തിട്ട് ബഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പൂത്തിട്ട് ഞാൻ ഫസ്റ്റ് തവണ പൂത്തത് ഞാൻ പൊട്ടിച്ചു കളഞ്ഞു. എന്താ വെച്ചാ ഫസ്റ്റ് ടൈം വരുന്നത് കളയണമെന്നാ പറയാ. സെക്കൻഡ് ടൈം ഉള്ളത് നല്ലോണം പൂത്ത് വന്നപ്പോ, ഇവിടെ പണിക്കൊരാള് വന്നപ്പോ ആദ്യം അതിങ്ങനെ തടസ്സം, എന്ന് വെച്ചാൽ കൊച്ചുമാവല്ലേ, അപ്പൊ അത് തടസ്സം വന്നപ്പോ ആദ്യം വെട്ടിയ കൊമ്പ് ആ കൊമ്പാണ്. എന്താ ചെയ്യാ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ഇങ്ങനെ ഒപ്പം നിക്കണം, അല്ലെങ്കിൽ അവര് കണ്ണി കണ്ടതൊക്കെ വെട്ടിക്കളയും. അപ്പൊ ഈ മാങ്ങ പഴുത്തിട്ട് ഞാൻ പുളുമ്പോ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയുണ്ട് എന്നുള്ളത്. ഫസ്റ്റ് ടൈം ഞാൻ പഴുക്കാൻ വെക്കാൻ പോവാ. ആദ്യത്തെയൊക്കെ ഞാൻ വേഗം എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ക്ഷമയില്ല, അപ്പൊ വേഗം പൊട്ടിക്കും കേട്ടാ. അപ്പൊ കാണിച്ചു തരാം കേട്ടാ. അപ്പൊ ശരി എന്നാ, ബൈ.